നമസ്കാരം. നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ആയിട്ടുള്ള സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് നിങ്ങളെ വെൽക്കം ചെയ്യണം. ഒരുമിച്ച് ഒരു വെൽക്കം പറയാം അല്ലേ? വെൽക്കം all of you. ബബ്ലു ടബ്ലു എന്നുള്ളൊരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോണേ. നമ്മളല്ല കളിക്കാൻ പോണേ, ഇത് കളിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള ഗസ്റ്റ് ആണ് കേട്ടോ. അപ്പോ ഈ ഒരു ഗെയിമിൽ പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട്. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, ഈ ഗെയിം ഇവരെ കളിക്കാൻ പോണെന്നുള്ളത് അവരറിഞ്ഞിട്ടില്ല. ഭയങ്കര സംസാരം. ഹായ്, നിങ്ങളുടെ ഡിസ്കഷന്റെ ഇടയിൽ ഞങ്ങൾ ഒന്ന് കട്ടുറുമ്പായിക്കോട്ടെ. ഈ ഗെയിം കളിക്കാൻ പോകുന്നത് ഇവരല്ല, നിങ്ങൾ രണ്ടുപേരുമാണെന്നാണ്. നല്ല തീരുമാനം അല്ലേ? അപ്പൊ അതിനു മുമ്പായിട്ട് ഏതൊക്കെ ടീമിനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യണേ എന്നുള്ളതൊന്ന് പറയോ? ഇതൊരു ക്ഷണമാണെന്ന് വിചാരിച്ച് വലിച്ചു കയറി വരരുത്. അല്ല, അങ്ങനല്ല. തോറ്റാൽ ചാട്ട ഉറപ്പാണ്. നിത്യ ചൂണ്ടാൻ വേണ്ടി വന്ന ഞങ്ങളെയാണ്. എന്നിട്ട് ഇനി ഉല്ലാസ് പന്നുള്ള പിണങ്ങമോ പിണങ്ങമോ എന്ന് വിചാരിച്ചു. നമ്മുടെ ടീമിൽ ചുള്ളൻ ചെക്കന്മാരൊക്കെ ഉണ്ട്. അല്ല, ലക്ഷ്മി തീരുമാനിച്ചോ? അങ്ങനെ വേണം. ലക്ഷ്മി തീരുമാനിച്ചോ? ഞങ്ങൾക്ക് രണ്ടും നമുക്കത് എണ്ണാം. അണ്ടക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ നോക്കിയേ. ശരി, ഇതിൽ കിട്ടുന്ന ഔട്ട് ആവണ ടീമായിരിക്കും നിത്യക്ക് കിട്ടാൻ പോണേ കേട്ടോ. അണ്ടയ്ക്ക മുണ്ടയ്ക്ക ഡാമ ഡൂമ ഡസ്കനക്കന കോക്കനക്കന അല്ലി മുല്ലീസേ നാട്ടിലുള്ള കോഴികൾക്ക് ഓട്ട. ഓക്കെ, ആ പൊട്ടന ഈ ടീം അത് പൊട്ടന. ഓ, മനസ്സിലെ ഹാപ്പി. ശരി, ഒരു മിനിറ്റ്. ജിഷൻ മിസ്റ്റർ, ഈ കോസ്റ്റ്യൂമിന്റെ വാടക 1200 രൂപയാണ്. അതിട്ടിട്ട് 20 രൂപ വെക്കെങ്കിലും നീ ഒന്ന് സംസാരിക്കും. അല്ല, ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് വരുമായിരുന്നു. ഒന്നും കൂടി പറയാവോ ലക്ഷ്മി? നല്ല രസമുണ്ടായിരുന്നു. അണ്ടയ്ക്ക് മുണ്ടയ്ക്ക് ഡാമ ഡൂമ ഡസ്കനക്കന കോക്കനക്കന അല്ലി മുല്ലീസേ നാട്ടിലുള്ള കോഴികൾക്ക് ഒരോട്ട. ഒരോട്ടാന്ന് ലാസ്റ്റിലത്തെ സാധനം കേൾക്കാൻ വേണ്ടിയാണ് അവനെ ചോദിച്ചത്. പക്ഷെ ഞാനിവിടെ 2 കൊടുത്തു. നാട്ടിലുള്ള കോഴികൾക്ക് ഒരോട്ട. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 2 ഗസ്റ്റും വരുമോ പ്ലീസ്? നിത്യമായ വിജയത്തിന് വേണ്ടിയിട്ടാണ് നിത്യയോടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നുള്ള പറഞ്ഞു തരട്ടെ. ബബ്ലു ടബ്ലു എന്നുള്ള ഗെയിമാണ്. ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും വിശ്വസിക്കുക അവരെ, പക്ഷെ വിശ്വസിക്കണ്ട. അതായത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വെക്കുക. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ഒരു ബോള് അവരെ എറിഞ്ഞു തരുമ്പോൾ നമ്മൾ ഇതിൽ ക്യാച്ച് ചെയ്യണം. മനസ്സിലായോ? ഇതിൽ ക്യാച്ച് ചെയ്തു, വീണ്ടും നമ്മൾ അടുത്തത് ഇതിന്റെ മുകളിൽ വെക്കുന്നു. അടുത്ത ബോള് ക്യാച്ച് ചെയ്യണം. അങ്ങനെ 8 എണ്ണം. 8ാമത്തെ ഗ്ലാസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അപ്പൊ ഒരു ബോള് ഇതിന്റെ അകത്ത് തന്നെ കിടക്കും, അതിന്റെ മുകളിലേക്ക് പറഞ്ഞ ഒരു ഗ്ലാസ്. ഓ, ലോജിക്കലി കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ നിക്കില്ലല്ലോ. 8 എണ്ണം. അധികം പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവരുടെ ക്യാപ്റ്റൻസിയിലായിരിക്കും ഓരോ ടീമും ലൈക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8ാമത്തെ ഗ്ലാസ് ഏത് ടീമാണോ ഏറ്റവും ആദ്യം പ്ലേസ് ചെയ്യുന്നത് അവരായിരിക്കും ജയിക്കാം. ഞങ്ങള് 2 ഗെയിം വിജയിച്ച് നിൽക്കുവാണ്. ടീമിനെ മാറ്റട്ടെ. ആദ്യം ഞാൻ മലയാളത്തിൽ അതെ ആയിരുന്നു. അല്ല, എന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരു പഞ്ചാബി ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഇത് വന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ജയിക്കുന്ന ടീമിനെ തീരെ താല്പര്യമില്ല. അവര് തോക്കാൻ പോണ ആൾക്കാരല്ലേ. പേടിക്കണം, ഞങ്ങളുടെ ടീമിൽ ഞങ്ങൾ ജയിപ്പിക്കാൻ വേണ്ടി. സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ തോറ്റാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കൊന്നുമില്ല, പഞ്ചാബിലേക്ക് വിടുവില്ല. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിത്യ അങ്ങോട്ടും തിരിഞ്ഞു, ബിജുക്കുട്ടൻ ചേട്ടൻ ഇങ്ങോട്ടും തിരിഞ്ഞു. വാശിയേറിയ മത്സരം. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ് സുമ. വെരി ഗുഡ്. ആണ് തെറ്റിക്കണ. ഞാനാ? വെരി ഗുഡ്. അവർ ജയിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, നൈസ്. വെരി ഗുഡ്, വെരി ഗുഡ്. നോ പ്രോ. ഇത് നടക്കില്ല.
one more. ഇടാ ഫ്രണ്ടിലോട്ടാ. Yes! Very good. വിച്ചടാ അനക്കാൻ നിക്കണ്ട. സുമാ concentration അതിനകത്ത് എന്ത് വീഴണം, അതിനകത്ത് തന്നെ എന്ത് വീഴണം, കൃത്യമായിട്ട് അതിനകത്ത് തന്നെ വീഴണം. അങ്ങനെ നടക്കൂ. സുമാ പറ്റും. അനക്കാ ചേട്ടാ, താഴെ പിടിക്കണേ വിച്ചേട്ടാ. വിച്ചേട്ടാ കളത്തരം കാണിക്കില്ലേ? വാ വരും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നിന്നതിന് ശേഷം ഇട്ട് പറ. അങ്ങോട്ട് നിന്നിട്ട് കാര്യമില്ല, Oh. ഇങ്ങോട്ട് വിട്ടിരിക്കും. Yes, 1, 2, 3, അങ്ങനെയല്ല, 4, ആ, 5, 6, 7, ഇങ്ങനെ, ആ. 8. കൂടെ വിച്ചേട്ടാ കളത്തരം കാണിക്കരുത്. ആ അതെ, നാട്ട്. സുമാ ഓ വെരി ഗുഡ്, വെരി ഗുഡ്. കൂടെ കിട്ടും. പറ്റും സുമാ. Game is over. എട്ടെണ്ണം. ഗുഡ് ജോബ്. സിമ്പിൾ. 1, 2, 3, 4, 5, 6, 7, 8. What to do? പക്ഷേ ജസ്റ്റ് ഒരു ബോളിന്റെയും കൂടെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. സുമ, അതിനേക്കാൾ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സുമയാണ്. ഒറ്റനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, തോറ്റത് എന്താണെന്നറിയോ? ടീമിലായതുകൊണ്ട്. അല്ലല്ല, സാരി ആയതുകൊണ്ടാണ്. അത് നേരെ മറിച്ച് പാന്റ് ഷർട്ട് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ. അതെ ഞങ്ങൾക്കാണ് ഈ നൈറ്റ് തന്നെ. പക്ഷെ ഞാൻ സാരി ആയിരുന്നെങ്കിൽ ഇതിൽ നേരത്തെ അയച്ചേനെ. അപ്പോ എന്തായാലും ഇതില് സുമയുടെ ബ്രില്യൻസ് എടുത്തു പറയണം. 8 ഒന്നും ഇവിടെ ആയിട്ടില്ല. 2 സുമയുടെ ഒന്നുള്ളൂ. ശരി, എന്തായാലും ഈ ഒരു സ്പിരിറ്റിന് ഒരു വലിയ കാര്യം. എന്തായാലും ജയിക്കാഞ്ഞത് തോറ്റത് കൊണ്ടാണെന്ന് മനസ്സിലായി. താങ്ക് യു. കുഴപ്പമില്ല, നമ്മളെന്തായാലും ശ്രമിച്ചല്ലോ. ജീൻസും ടോപ്പ് ഇട്ട് വരണം കേട്ടോ, എന്നിട്ട് പറയിപ്പിക്കണവരെ കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിം കഴിയുമ്പോ ബബ്ലു ടബ്ലു എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് ബിജുക്കുട്ടൻ ആൻഡ് ടീം. ഇതെന്റെ ഒരു സുഹൃത്തിന്റെ പാട്ടാണ്. അല്ല ആരാണെന്ന് പറഞ്ഞിട്ട് വെറും മുതുക്ക്. പിന്നെ കുറെ യുവരക്തങ്ങൾ ഉള്ളത് കൊണ്ട് സമൂഹം നിങ്ങളെ മാതൃകയാക്കി മുന്നോട്ട് പോകുന്നു. ചേട്ടാ 2 ബാറുണ്ടാ? ഏതാ ബാർബർ എന്ന് വിളിക്കണ? അതുകൊണ്ട് 2 ബാറുണ്ട്. നീ വൈകിട്ട് അങ്ങ് വന്നേരം, നിനക്ക് ഫ്രീ ആണ്. ഞാൻ വന്നതറിയോ, ഞാൻ ഒരു മോഡേൺ ബ്യൂട്ടീഷ്യനാണ്. ഇവിടെ വന്നതിന്റെ പ്രത്യേക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ കലാകാരന്മാരുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ ഇവരൊക്കെ മെനകെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. താടി വളർത്തി മുടിയും വെട്ടത്തില്ല, ഭയങ്കര വൃത്തികെട്ട്. അപ്പൊ എല്ലാം വെട്ടി ഒന്ന് സെറ്റാക്കി നിങ്ങളെ സുന്ദര കുട്ടപ്പന്മാരാക്കാനാണ് ഞാൻ വന്നത്. താങ്കളുടെ ശൈലി സൂപ്പർ ആയിട്ടുണ്ട്. മോഡേൺ ആണ്, വളരെ മോഡേൺ ആണ്. പക്ഷെ ഇത് 1948 മോഡലാണല്ലേ? ചേട്ടൻ കട്ട് ചെയ്യാൻ വന്നതല്ലേ? അതെ, ചേട്ടന്റെ കോമഡി കട്ട് ചെയ്യുന്നതിന്റെ അകത്ത് ആളിരിപ്പുണ്ട്. ആണല്ലേ? ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം. മീശയും കട്ട് ചെയ്ത് കളയാം. വേണ്ട, അതിനേക്കാളും ഈ എൻട്രി അങ്ങ് കട്ട് ചെയ്ത് കളയല്ലേ? അല്ലല്ല, ഈ എപ്പിസോഡിൽ നിന്ന് നിന്നെ കട്ട് ചെയ്ത് കളയുന്നതാണ് ഇത് ഭംഗി എന്നാണ് ഇതിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞത്. അത് ശരി. ഇവിടെ വരൂ. എന്താണ് കട്ട് ചെയ്യേണ്ടത്?
മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം സാർ. മുടി മൊത്തം അഴിച്ചിടും, ഞാനൊന്ന് കാണട്ടെ. സ്ലൈഡ് അഴിക്കുമ്പോ ചേട്ടൻ സൈഡിലേക്ക് മാറി നിൽക്കണേ. എന്താ പറയാ, എല്ലാ പാമ്പോ വഴുതേരെ വല്ലതും ചാടാൻ സാധ്യതയുണ്ട് ആ വീട്ടിൽ. ഇവിടുത്തെ ഹാസ്യരത്നമാണല്ലേ. അതെ 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 അതെ. ഞാനത് എഡിറ്റിലേക്ക് വിടുന്നില്ല, ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വിടും. നിങ്ങളല്ലേ ആ ഇന്റർവ്യൂവിൽ ലാഡനായിട്ട് വന്നത്? ഈ മാസം തികയാതെ പ്രസവിച്ച മനുഷ്യനാണോ ഞാനാണോ ലാടൻ നിങ്ങൾക്ക് തോന്നുന്നു? നേരത്തെ ലാഡനായിട്ട് വന്നെങ്കിൽ ഇപ്പൊ നോക്കട്ടെ, മുടി വെട്ടാനുണ്ട് ഒരുപാട്. ആ ഉണ്ട്. ഇതെന്താണിത്? ചേട്ടാ ഉച്ചയിൽ പശു നോക്കിയിട്ടുണ്ട് കേട്ടോ. സഹാറ മരുഭൂമിയാണോ? അതെ, നോക്കിയേ. ആദ്യം മുടി ഉണ്ടാക്കിയിട്ട് വരും, എന്നിട്ട് മുടി വെട്ടാൻ വരും കേട്ടോ. താങ്കൾക്ക് എന്നെ പോലെ ഒരു കലാകാരന്റെ തല തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇവിടെ പേട്ട് തലകൾ ഒരുപാട് പേരുണ്ട്. അതാരാണ്? പേട്ട് തലകൾ തന്നെ ആ സൈഡിലുണ്ട്. ബിനീഷ് ബാസ്റ്റിനുണ്ട്. നിങ്ങൾക്ക് ആറാടാം. ആറാടാം നിങ്ങൾക്ക് ചിലങ്കെ തരാം. ആരാണത്? അതെ 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 അതെ. നിങ്ങൾക്ക് ആ കുട്ടിയുടെ കൈ പിടിക്കണം. അതിന് എന്നെ എന്തിനു യൂസ് ചെയ്യുന്നു? അത്രയല്ലേ ഉള്ളൂ. പക്ഷെ വേറെ കാര്യം, ആ കുട്ടിയുടെ തലയിൽ വല്ലതും ഉണ്ട്, പക്ഷെ നിങ്ങളുടെ തലയിൽ ഒന്നുമില്ല. അതാണ് ഞാൻ ചിരിച്ചിട്ടുണ്ട്. കോമഡിയല്ലേ? അതെ അതെ. ഇഷ്ടപ്പെട്ടു. നീ വഷളായി തന്നെ വളരണം, മനസ്സിലായല്ലോ. നിങ്ങൾ ഒറ്റയ്ക്ക് കളിച്ച് കയറാൻ പറ്റുന്നില്ല, ഇവിടെ പുഴുക്കുന്നുണ്ട്. ഞാനൊരു സഹായത്തിന് വന്ന, ഞാൻ 108 വന്ന. അല്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയും പൊക്കോളാം. നീ വരുമ്പോഴാണ് കിടന്ന് മൊത്തം വഴി തെറ്റിച്ച് വിടുന്നത്. ഭോജരാജാവിന്റെ മിനിയേച്ചർ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. ആ 3 കൊമേഡിയന്മാർ ഇന്ന് ചിരിച്ച് ചാവുന്നുണ്ട്. ലാടവൈദ്യരാണ് ഈ കുട്ടി. മിണ്ടുവല്ലേ? പിന്നെ അതെന്താന്ന് വെച്ചാൽ ഈ ചളികൾ ഇങ്ങനെ വാരി ഇരുന്നോണ്ട് എനിക്ക് എവിടെ അറിയണോന്ന് അറിയാം. ചളിയെ ചവിട്ടി തെന്നി വീഴാതെ കുട്ടി അവിടെ പോയിരുന്നോളൂ. ശരി, ഓക്കെ, ബൈ. ചേട്ടാ, എനിക്ക് ലെയർ കട്ട് വെട്ടണം. നീ പോയി 10 മൂട് റബ്ബറിന് വെട്ടുന്നതാണ് നല്ലത്. അതാകുമ്പോ എന്തെങ്കിലും പ്രയോജനം. ഹെയർ കട്ട് ചെയ്യുന്ന പറഞ്ഞു, അപ്പൊ എനിക്ക് ലെയർ കട്ട് വെട്ടണം. പിന്നെ പ്രത്യേകിച്ച് ഈ ചൈന കട്ടിങ് എനിക്ക് അറിയത്തില്ല. കമ്പൊക്കെ കുത്തിക്കേറ്റി. ചൈന കട്ടല്ലേ സാധാരണ എല്ലാ ഷോപ്പിലും ചെന്നാലും കുട്ടി കട്ടു. ചൈനയല്ലേ? ഞാൻ ചൈനയല്ല. പക്ഷെ കണ്ണി ഇതുവരെ വിരിഞ്ഞിട്ടില്ലല്ലോ. അത് ചേട്ടൻ കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റത്തോ? നിങ്ങൾ എഡിറ്റർക്ക് ജോലി ഉണ്ടാക്കാതെ ഇത് ഒന്ന് അവസാനിപ്പിക്കാവോ? എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊന്നും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. മുടി കട്ടിങ് മാത്രമാണോ, തുണി കട്ടിങ് ഉണ്ടോ? എല്ലാം കട്ട് ചെയ്യും. അല്ല, പാന്റിന്റെ ബാലൻസ് ഒക്കെ ഇങ്ങനെ കട്ടി വെച്ചിരിക്കുന്നോ? ഞാനൊരു ട്രെയിലർ റോഡാണ്. ഓഹോ. നമ്മളെ ടീമിലെ ടീമേറ്റുണ്ട് ബിനീഷ് ബാസ്റ്റിൻ. പുള്ളിക്ക് നാളെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട്. പുള്ളിക്ക് വീട്ടിൽ നിന്ന് കത്രിക കൊണ്ടുപോയാലും അത് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് കൊടുക്കുന്നു. 4 സിസ്റ്റേഴ്സും 2 ബീഡിയുള്ള ഒരാളാണ്. തീപ്പെട്ടി വേറെ ആരെയും കൊടുക്കണം. ചേട്ടന് ഷുഗർ ഉണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചു? കട്ടറുമ്പ് കിടക്കണം. കട്ടറുമ്പല്ല, നിങ്ങളുടെ ഒരു സുഹൃത്താണ്. എഡിറ്റർമാരൊന്ന് ആഘോഷിക്കും, കാരണം അവർക്ക് ജോലിയില്ല. ഒരു ഭാഗം മൊത്തത്തിലെ കട്ടി കളഞ്ഞാൽ. വെക്കേഷൻ ടൈം ആയതുകൊണ്ടും നമ്മുടെ കുട്ടികൾ എന്താ എനിക്ക് സഹായത്തിന്റെ ആവശ്യമില്ല. നേരെ ഞാൻ ബിജുക്കുട്ടൻ ചേട്ടനിലേക്ക് വരികയാണ് കേട്ടോ. വെക്കേഷൻ എന്തായിരുന്നു വീട്ടിലെ പരിപാടി? മൊത്തം ഡാൻസ് റീൽസ് എടുക്കലാണോ, അവരുടെ കൂടെ കളിക്കലാണോ? എന്തായിരുന്നു വെക്കേഷൻ പരിപാടീസ്? എല്ലാം ഉണ്ടായിരുന്നു. ഡാൻസ് ഉണ്ടായിരുന്നു, കളിക്കലുണ്ടായിരുന്നു, ടൂർ പോകലുണ്ടായിരുന്നു, കല്യാണം. ട്രിപ്പ് പോയത് ഈ പ്രാവശ്യം നമ്മള് ഇവിടെ തൊട്ടടുത്ത് തന്നെ അമ്മായിരെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം കാസർഗോഡൊക്കെ ഒന്ന് പോയി കണ്ട് അങ്ങനെ പോന്ന്. പിന്നെ ഡാൻസ് കാര്യങ്ങളും പരിപാടികളും, കല്യാണത്തിന് പോക്ക്, ഇതൊക്കെ തന്നെ പരിപാടി. മൊത്തം വെക്കേഷൻ അടിച്ചു വിളിച്ചു. ശരി, നിത്യയിലേക്ക് വരികയാണ്. എന്തൊക്കെയായിരുന്നു ഇത്തവണ? അമ്മ അമ്മ എന്നാണോ വിളിക്കുക? മമ്മയ്ക്കുള്ള ഡ്യൂട്ടീസ് എന്തായിരുന്നു? 2 പേരുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു അവരുടെ വെക്കേഷൻ? അല്ല, ഞങ്ങള് മോന്റെ വെക്കേഷൻ ആദ്യമായിരുന്നു. അപ്പൊ ഞങ്ങളൊന്ന് ആഫ്രിക്കയിൽ പോയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മോൾക്ക് 10th എക്സാം ആയിരുന്നു. അപ്പം ആ സമയത്ത് മോള് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൾക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു. രാത്രിയാണ് ഇരുന്ന് പഠിക്കുക, കാരണം ആ പരീക്ഷയുടെ സമയത്താണ് കുട്ടി ഇരുന്ന് പഠിക്കുക. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, അമ്മമ്മ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആവുന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, നല്ലൊരു അമ്മയായിട്ട് ഞാൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നൊരു സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ അവളെ ആടുജീവിതത്തിന് കൊണ്ടുപോയി. ഡിപ്രഷനുള്ള കുട്ടിയെ ഞാൻ വീണ്ടും ഡിപ്രഷനാക്കി വിട്ടു. ശരി, പക്ഷെ ദൈവം സഹായിച്ചിട്ട് കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അടിപൊളി, വെരി ഗുഡ്. ഞങ്ങളുടെ കൺഗ്രാറ്റ്സ് അറിയിക്കണം. സുമേഷ് ഏട്ടൻ പറയുന്നത് സുമേഷ് എന്നും വെക്കേഷൻ ആണ്, എന്നും വീട്ടിൽ ഇരിപ്പേനെന്ന്. അതെ, സ്റ്റാർ മാജിക്കിലേക്ക് വിളിക്കുമ്പോ മാത്രമാണ് വെക്കേഷൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടണേ. അറിഞ്ഞായിരുന്നാ? എന്താ ജവാനി മുല്ലപ്പൂ? അതിന് എന്തിനാ പറയുന്നത്? ജവാനി മുല്ലപ്പൂവിന് ക്രിട്ടിക്സ് അവാർഡ്. ഡയറക്ടർക്കാണ് അല്ലെന്ന്. ക്രിട്ടിക്കൽ അത് ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ല. ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടേണ്ടതാണ്. ഇവൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ക്രിട്ടിക്സൈസ് ചെയ്ത് അത് ക്രിട്ടിക്സ് അവാർഡ്. ജവാനും മുല്ലപ്പൂനും ക്രിട്ടിക്സ് അല്ലേ? അതെ അതെ, ക്രിട്ടിക്സ് അവാർഡ്. ക്രിട്ടിക്സ് അവാർഡ്. എന്റെ കൂടെ അഭിനയിച്ച എന്റെ നായക ശിവതയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും. അതല്ല, മികച്ച നടിക്കുള്ള അവാർഡ്. അപ്പൊ ശിവതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ രഘുചേട്ടനും എൻറ്റയർ ടീമിന്റെ നായകനും ഒക്കെ കൺഗ്രാറ്റുലേഷൻ. നിന്ന് ഓപ്പോസിറ്റ് അങ്ങ് കൊടുത്തിട്ടാ. അതാണ് സത്യം പറയുമ്പോ പല്ലി അറിഞ്ഞു പോകണം, ഇപ്പൊ കോഴിയാണല്ലോ പോകുന്നത്. കറക്റ്റ് വെള്ളാട്ട് പോക്കാൻ. അതുകൊണ്ട് തൈറോയിഡ് കൂടി, പിന്നെ കാലയിലൊക്കെ നീര്. ചേട്ടാ, UK തെരുവുകളിൽ ഇതാർന്ന പരിപാടി.
ഒരു കോഴിയുടെ സൗണ്ട് ഉണ്ട് അതിനകത്ത്. കോഴിയുടെ കോഴി മാത്രമല്ല അതിലൂടെ അക്ഷരങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഇത്തവണ ഈ ഒരു വെക്കേഷൻ അടിച്ചു പൊളിച്ച എല്ലാ കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒരു ഗെയിമാണ്, ഒരു മാജിക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശരിക്കും ജവഹർ ബാലഭവനിൽ ഞാൻ മാജിക് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു മാജിക് എന്നാ ഈ പുള്ളിനൊന്ന് മാച്ചു തരാമോ? എനിക്കറിയാം, മജീഷ്യൻ റങ്കുൺ വാല ഇവിടെ ഇരുന്നപ്പോഴേ എനിക്കത് മനസ്സിലായി. ശരി, ഈ ഒരു ബോളിനെ ഞാൻ എയറിൽ നിർത്താൻ പോവാണ് കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും എയറിൽ നിൽക്കാറുള്ളതാണ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും കാരണം ഞങ്ങൾക്ക് എയറിൽ പോവാന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സില്ലി തിങ് അല്ലെങ്കിൽ ഒരു മാറ്റർ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന കാര്യം. പക്ഷേ ഇത്തവണ ഞങ്ങളല്ല എയറിൽ പോകുന്നത്, ഈ ഒരു ബോളാണ്. സൂക്ഷിച്ചു നോക്കണം. എബ്രാകബ്ര, ഫോക്കസ്, എബ്രാകബ്ര. സാധിക്കുന്നു. ഇത് വെറും ബ്രാക്കല്ല, മഹാബ്രാക്കാന്ന്. ഓക്കെ, ശരി, അങ്ങനെയാണെങ്കിൽ 1 2 3 കൈയടിക്കൂ കൈയടിക്കൂ. ചേച്ചി ഇതുപോലെ ടീമേറ്റിനെ എയറിൽ നിർത്താൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി ഒരു പാട്ട് പാടിയാ പോവാവുന്നതേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടിയ ഐറ്റമാണ്. ആ കാണിക്കൂ. ഇത് ട്രെയിനിലാണ്, ട്രെയിനില്. കാപ്പി കാപ്പി ചാപ്പാട് 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 ചാപ്പാട്. ഇത് കോടാലിക്ക് മുറുകില്ല, അത്ര തൊലി കെട്ടിയ. എന്താണ് എനിക്ക് തൊലിക്കെട്ടിയാണ്? അതെ. പിന്നെ ഇങ്ങനെ പോയവരങ്ങ് നല്ല തൊലിയുള്ളവരാണ് ഇങ്ങനെയൊക്കെ ഇവിടുന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇവന്റെ കൂടെ പഠിച്ചവൻ പൈലറ്റാണ്. ഇവൻ ഇപ്പോഴും നടക്കാം കണ്ടവന്റെ തൊലിയിലും പിടിച്ച്. ശരി, അപ്പൊ എന്തായാലും സ്റ്റാർ മാജിക്കില് ഇത്തരത്തിലുള്ള ഒരു ഗെയിമിലേക്ക് നമ്മൾ പോകുമ്പോൾ മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് അബ്രാകബ്ര. നല്ല അർത്ഥമുള്ള പേരാണിത്. താങ്ക് യു. യൂത്ത് ഫെസ്റ്റിൽ എനിക്ക് സ്റ്റേറ്റിലെ ഫസ്റ്റ് കിട്ടിയ ഒരു ഐറ്റമാണ് അത്. അത് ഈ മാജിക്കിന്റെ ഈ സംഭവം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. നീ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത പുരുഷ സ്വയം സഹായ സംഘത്തിൽ അത് ആയിക്കോട്ടെ പരിപാടി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് പച്ചത്തുണിയല്ലേ, ഇത് നിങ്ങളുടെ കണ്ണു മുമ്പിൽ വെച്ച് ഇത് ചുമക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ണു മുമ്പിൽ വെച്ച് ഇത് പച്ചയാണ്, ജാലമില്ല, മന്ത്രമില്ല. എങ്ങനെയാണ് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച്? അല്ല, ഞാൻ വിശദീകരിച്ചു തരാം. ഈ പച്ചത്തുണി ചുമക്കുന്ന ഒരു തല വെച്ച് ചുമക്കരുത്, കളർ ചുവപ്പാക്കണം. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. അത് അവിടുന്ന് പറഞ്ഞു തന്നപ്പോ തൊട്ട് ഒരു കാര്യം ചെയ്യ്, തലയിൽ വെച്ച് പൊക്കോ, കുഴപ്പമില്ല. മുഖത്തിങ്ങനെ പൊത്തി അങ്ങ് പൊക്കോ. തങ്ങൂന്റെ പേര് മാറ്റണം, പരാജയം എന്നാക്കണം. അപ്പൊ നമ്മൾ ഈ അബ്രകബ്ര എന്ന് പറഞ്ഞൊരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത്, ഒരു ടീമിൽ നിന്ന് ടോട്ടൽ 3 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഒരു ടീമില് ആ ഒരു സെയിം ടീമിൽ ഒരു മെമ്പർ ഇവിടെ നിൽക്കുന്നു, മറ്റൊരു മെമ്പർ ഇവിടെ നിൽക്കുന്നു. നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഈ ബോളിനെ ഞാൻ പറഞ്ഞ ആ ഒരു അബ്രാകബ്ര പറയുമ്പോഴേക്കും ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഈ ടീമിൽ ഒരാളും അവരുടെ തന്നെ ടീമിൽ ഒരാളും ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് കവളും കൂടെ ഈ ഒരു ബോൾ കളക്ട് ചെയ്യണം. അതായത് ലേഡീസും ബോയ്സും ആയിരിക്കണമെന്നാണ്. അത് പറയാം. എന്നിട്ട് നമുക്ക് ആദ്യം കഥ മുഴുവൻ കഴിയട്ടെ, എന്നിട്ട് മരം കയറാം. നമ്മളിത് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോയി ഇതുപോലെ തന്നെ കൈ യൂസ് ചെയ്യാതെ ഈ ചീക്കും ബാലൻസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ തേർഡ് പേഴ്സൺ ഇവരുടെ ടീമിലെ തന്നെ ഒരു ഫാമിലി മെമ്പർ ഇതിൻ്റെ മുകളിൽ, ഈ സീസോൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അവരിത് എന്ത് ചെയ്യണം, കൈ കൊണ്ട് കറക്റ്റ് എടുത്ത് നടന്ന് ബാലൻസ് ചെയ്ത് പോയി അവിടെയുള്ള ആ ഒരു പ്ലേസിൽ, ആ ഒരു പ്ലേറ്റിൽ ഇത് പ്ലേസ് ചെയ്യണം. വീണ്ടും തിരിച്ചു വരിക, അടുത്തത് എടുക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ ആ പ്ലേറ്റിലുള്ള അത്രയും എത്രത്തോളം നമുക്ക് ബോൾസ് കളക്ട് ചെയ്യാൻ പറ്റും അവരായിരിക്കും ജയിക്കുക. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അത് പോവാതെ നോക്കും വേണം. ഓക്കെ, അതാണ് ഗെയിം. എന്നുള്ള മാജിക് എല്ലാവരും പഠിച്ചോളൂ. ഇവിടുന്ന് ബോള് നമ്മളെ പൊങ്ങിക്കുന്ന ബോള് കവളും ചേർത്തല്ലേ എടുക്കുക. കവളും പ്രശ്നമുണ്ട്. എന്ത് പറ്റി? ബിനീഷ് ബേസ്റ്റിന്റെ ഒപ്പം നിൽക്കുന്ന ആളുടെ കവള് ഉറ്റിച്ചൂലിനിട്ട് കുത്തിയ പോലെ അതുപോലത്തെ താടിയാണ് അവന്റെ. ഉറ്റിച്ചൂല് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വയസ്സായ അമ്മച്ചി വരും. ഓഡിയൻസ് ഹാപ്പി അല്ലേ? കയ്യടി. എവിടുന്നാ വരണേ എല്ലാരും?
അപ്പുറത്തെ ടീമാണോ? ആ കോഴിക്കോട് വടകര താലൂക്കിലെ മടപ്പള്ളി എന്ന ഗ്രാമത്തിന് ആ അറക്കൽ ക്ഷേത്രത്തിനടുത്തുള്ള മൈ ഫ്രണ്ട്സ് കൂട്ടായ്മയാണ്. അതെ അല്ലേ, അറക്കൽ ക്ഷേത്രത്തിൽ നമ്മൾ ഫ്ലവേഴ്സ് ടീം ഒക്കെ വന്ന് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം. ചേട്ടന്റെ കൂടെ പഠിച്ചതാണോ ഈ ഇല്ല ഇരിക്കുന്ന രംഗുൻ ബാല? ആ ചുമക്കുന്ന മാജിക് കാണിക്കാൻ വന്ന ചേട്ടൻ കൊളപ്പുള്ളി അപ്പനാ. അത് നമുക്ക് കോഴിക്കോട് ബീച്ച് ഫെസ്റ്റിന് ചെയ്താലോ? അത് ചുമക്കുന്ന മാജിക്കിന് ശേഷം നമുക്ക് ചീപ്പ് വാദ്യമുണ്ട് നമ്മുടെ സത്താറിന്റെ പേർഷ്യൻ സത്താറിന്റെ. ഇനി ഇദ്ദേഹത്തിന് ചെങ്കടലിൽ കൊണ്ടുപോകുന്നുണ്ട് കടല് പച്ചയാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഈ എന്ത് മന്ത്ര മാജിക്കിന് പറയണ്ടേന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും തെറ്റിക്കരുത് കേട്ടോ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ മൂവിംഗ് ഓൺ ടു ദ ഗെയിം. അബ്രകബ്ര, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. എവിടെ പിടിക്കണം? വെരി ഗുഡ്. നീ ഇവിടെ അറ്റത്തെത്തിയാലും അവിടെ പോകൂല. പതുക്കെ കളിച്ചാൽ മതി കേട്ടോ എല്ലാവരും. അത് നല്ല രസമുള്ളു കാണാൻ. ചിലക്കെ സൂക്ഷിച്ച് വേണം വഴിയില്. അങ്ങനെയൊന്നും അല്ലടി, സൂക്ഷിക്കണേ. തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് സ്പീഡിന് എല്ലാം പോകും. ബാലൻസ് നോക്കടി, ബാലൻസ്. വെരി ഗുഡ്. അതാണ് ട്രിക്ക് കേട്ടാ. ഇനി അവിടെ ബാലൻസ് ചെയ്യണേ. ഇനി ഇവിടെ ബാലൻസ് അവിടെ ബാലൻസ് ചെയ്യണം. അല്ല എടി ഇവിടെ പ്രശ്നമില്ല, മോളെ സെന്ററിൽ ബാലൻസ് ചെയ്യണം കേട്ടാ. ബാലൻസ് നോക്കടി. അതെ വെറുതെ സെന്ററിൽ വന്നിട്ട് പെതുക്കെ അത് ലാൻഡ് ചെയ്യിക്കേ. അവിടെ അവിടെ രണ്ടും പോയി. അമർത്തിക്കൂടെ പതുക്കെ പതുക്കെ. ഇടത്തെ കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. ആ പതുക്കെ പതുക്കെ. വെറും ജിമ്മാണ്. സെന്ററിൽ വാ, അങ്ങ് പൊക്കോ പതുക്കെ. ആ പോട്ടെ പോട്ടെ. ആ പതുക്കെ. പയ്യെ പതിയെ. ബെൽറ്റ് ഇട്ടോ, ബെൽറ്റ്. ഞങ്ങളുടെ ബെൽറ്റ് ടൂർ പോയിക്ക. എടേ ഒന്ന് തിരി ആ കാല് വലത് കാല് അവിടെയും വെക്കണേ. പറ്റുമെന്ന് പോ. അങ്ങനെ ശരി. പതുക്കെ കാല് കയറ്റി വെക്കാം. കാല് കയറ്റി വെച്ച് മുന്നോട്ട് പോട്ടെ. അതന്നെ. പയ്യെ ബാലൻസ്. ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഈ ഞങ്ങളുടെ ടീമിനെ ഇപ്പൊ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അനുവായിരുന്നു. അത് പൊളിച്ചിട്ട് ഒളിത്താവളത്തിലേക്ക് പോയിരിക്കണം. പറ്റും. ഇപ്പോൾ സെന്റർ വരുമ്പോ നോക്കിയാൽ മതി. അയ്യോ രാത്രി A+ കിട്ടിയ കൊച്ച, ഇതിന്റെ ഒരു ബുദ്ധിയില്ല. എല്ലാത്തിനും ഏക്കുരിശ്. ഇവിടെയാണ് നമുക്ക് അവിടെ പതുക്കെ പോ. കാല് പറട്ടെ. അവിടെ എന്താ പരിപാടി കൊടുത്തിട്ട് വേണം. അങ്ങനെ പതുക്കെ. അവിടെ പതുക്കെ താതിങ്ങനെ. ഞാൻ പറയാം. രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ല. എങ്ങനെയാലും ചെയ്യും. ഇതെന്താ പരിപാടി? വളരെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതുപോലെ തന്നെ വെളിയിൽ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകും. ഇല്ല അതൊക്കെ ഒറ്റ ചവിട്ട് അവിടെ തന്നെ കളയും. ഒറ്റ ചവിട്ട് അവിടെ തന്നെ പോട്ടെ. പറ്റും. ഇതുപോലെ പോയാ മതി. ചിലങ്ക JCB ഓടിക്കുകയായിരുന്നു അങ്ങനെ ചവിട്ടി നിർത്താനായിട്ട്. അങ്ങനെ ബാലൻസ് കുഴപ്പമില്ല. അതങ്ങ് ആദ്യം ഉരുണ്ട് വരട്ടെ. അങ്ങനെ ഉരുണ്ട് വരട്ടെ. അടിക്കരുത്. ഓക്കെ കുറ്റിച്ചൂരും കൊണ്ടിടടാ ഇതിനകത്ത്. അനു പറയുന്നു മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണമെന്ന്. ഫിനിഷ് ബാസിനുമായിട്ടുള്ള ഗെയിമിൽ എന്താണ് മൂക്കിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഏത് ബ്രാൻഡിന്റെ മണമാണ് അടിച്ചത്? നമ്മുടെ ടൈം കഴിയാറായെങ്കിൽ ഇപ്പൊ തന്നെ ബസറടിക്കാം.
ഒന്നില്ല കുറച്ച് കൊടുക്കണം. പയ്യെ പയ്യെ. ചിലങ്ക ഗുഡ് മൂവ്, കീപ് ഗോയിങ്. സൂക്ഷിച്ച്. വെൽ ഡൺ വെൽ ഡൺ വെൽ ഡൺ. കണ്ടാ കേക്കട്ടെ കേക്കട്ടെ. ഇത്ര നാളെ ഞങ്ങൾ മിണ്ടില്ലായിരുന്നു കേട്ടോ ഫ്ലോറിൽ. എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും. നിങ്ങളുടെ ചീപ്പ് തെറി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ കോംബോ പൊളിഞ്ഞതിന്റെ അത്. എന്റെ സ്ട്രാറ്റജി യൂസ് ചെയ്തേ. മോളെ വെച്ച് കാച്ചി. ഞാൻ ഭയങ്കര അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ അത് മാത്രല്ല ഇവിടെ ഗെയിം കളിച്ച് വാശിയായി ജയിക്കണം. എന്റെ ഉള്ളിലെ ഒരു വാശിയും ഈഗോ ഒക്കെ പുറത്തു വന്നു. ഇതുവരെ ഞാൻ ഒന്നിലും ജയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജയിക്കുന്നൊക്കെ ഞാൻ വന്നിട്ട് എന്നും അടി വാങ്ങിയിട്ട് പോവാ. അപ്പൊ ഇത്തവണ നമുക്ക് അടി കൊടുക്കണം അല്ലേ? ഓക്കെ ശരി. ചിലങ്ക 3 പോയിന്റ്സ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 3 അല്ലേ? അപ്പൊ ഇത്ര പറയാനുള്ളൂ. വലിയ കൈഡി കൊടുക്കണം. ഇവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വലിയത് വേണ്ട, അടുത്തത് ചേട്ടന്മാരാണ്. ഞങ്ങളെ കൂടെ ഒന്ന് വിജയിച്ച സന്തോഷത്തിൽ നമുക്ക് മറ്റേ പച്ച ചുമക്കുന്ന സാധനം ഒന്ന് കണ്ടാൽ ഈ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞു. ഇനി ബോയ്സ് ആണ്, ചേട്ടന്മാരാണ് കളിക്കേണ്ടത്. ആരൊക്കെ ഇറങ്ങാൻ പോണെന്നുള്ള നിങ്ങൾക്ക് ഡിസൈഡ്. ഇപ്പൊ അറിയാം കുറെ പേടിത്തൊണ്ടന്മാരെ കാണാൻ പറ്റും കേട്ടോ. ഒരു മിനിറ്റ്. റോസാപ്പൂ ഇപ്പൊ പച്ചയാക്കി തരും. ഞാൻ ചെയ്യാം. പക്ഷെ ഈ ചീപ്പ് അന്നമാണ്. ചീപ്പ് സംഗീതത്തിൽ ഞങ്ങൾ പത്മശ്രീക്ക് അപേക്ഷിക്കണം. ചീപ്പ് എന്തിനാ കൊണ്ടുവന്നറിയോ? ചീപ്പ് കോമഡി അടിച്ചാലും പ്രശ്നമില്ല. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ചിരിച്ച് ചിരിച്ച് വഴിക്കാവുന്ന തോന്നുന്നുണ്ട്. സോ ഗെറ്റ് റെഡി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അങ്ങനെയല്ല അവിടെ ചിരിക്കാൻ നിക്കല്. എടാ അത് കൊണ്ട് തന്നിട്ട് എടുക്കണം അവിടുന്ന്. ഇത് കണക്കാ. എന്താ ബോള് പോയി. ബിനീഷ് ബാസിൻ പങ്കായി കിടന്ന് കിടക്കുന്നത്. പിടിച്ചോടാ നോബി. തങ്കച്ച മേസ്രി എന്താണ് അവിടെ പണി? പഞ്ചാബി മേസ്രി ചോട്ടാ ഭീമിന്റെ ഫാദർ എന്താണ് ഈ കളിക്കുന്നത്? അവിടെ ആൾക്കാരുണ്ട്. അത് പതുക്കെ ലാൻഡ് ചെയ്യും. പതുക്കെ. നടപടിയാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ പതുക്കെ ചെയ്യണം. ഇവർക്കെന്താ കണ്ണി കിട്ടുള്ള? ഇവർക്ക് കണ്ണിലല്ല കാതിലൊക്കെ കിട്ടും. കളയാൻ വേണ്ടിട്ടാണ് സാർ. തങ്കു ബാക്ക് പതുക്കെ. എടാ പാത്രം പോയടാ. പാത്രം അപ്പുറാണ്. രണ്ട് കിലോമീറ്റർ അപ്പുറാണ് പാത്രം. തങ്കച്ചാ നീ തോൽവിയാണോ സർവ്വ മേഖലയിലും? അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. കയ്യടി പ്രോത്സാഹിപ്പിക്കോട്ട്. കണ്ട ഒന്നിട്ടാ മിടുക്കൻ. പതുക്കെ പോട്ടെ. അല്ല അത് ഹാരണത്. ഇവിടെ പോട്ടെ. വെൽ ഡൺ. സുമേഷ് നിന്റെ കയ്യിലാണെല്ലാം. എന്റെ കയ്യിലല്ല കാലിലാണ് മൊത്തം. തങ്കു പഠിച്ചിരിക്കുന്നു. ഗുഡ് ജോബ് തങ്കു. 1 point. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? 2 points. സൂക്ഷിച്ച്. പേടിച്ചും പോലെ. സുമേഷിന് വേണ്ടി ഒരു നാദം ആലപിക്കൂ സുഹൃത്തെ. ഞങ്ങളാ സുമേഷ്. തങ്കു
എന്തായാലും കൊടുക്കും. തങ്കച്ച പൊളിച്ചടാ പൊളിച്ച് ഇവിടെ പോയി. ഇതും കളഞ്ഞ്. ഇതെങ്ങനെ സാധിക്കുന്നു? പറ്റും പറ്റും സുമേഷ്. ചേട്ടാ അവിടെ ഒന്നുമില്ല, പതുക്കെ. അങ്ങനത്തെ തൊപ്പിടാ. അത്രയും ഡിസ്റ്റൻസ് വെക്കാം. ഞാൻ പറഞ്ഞില്ല അത്ര ഡിസ്റ്റൻസ് വെക്കണ്ടെന്ന്. ഓർമ്മ ലാസ്റ്റ് അവിടെ നോക്കണം. അത്രയും ഡിസ്റ്റൻസ് വെക്കണ്ട. നീ അവിടെ നിന്നോ, മറ്റങ്ങ പോയോ? അത് എണ്ണി മാറ്റി വെച്ച്. ഇവിടെ എന്തുവാണ്? സത്യം പറ, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എടാ, പെണ്ണുങ്ങൾ കളിക്കുമ്പോ ഈ പ്രശ്നമില്ലായിരുന്നല്ലേ, ആണുങ്ങൾ കളിക്കുമ്പോ മാത്രം എന്താ ഈ വിഷയം? അതെന്താ അങ്ങനെ വരുന്നേ? അങ്ങനെ പാലത്തിന്റെ മേളില് പച്ചത്തവള. ആ ഇട്ട് കുണ്ടകളാ ഉടപ്പറം തന്നെ ഇതെങ്കിലും. അയ്യേ തങ്കച്ചൻ കൈ പിടിച്ചാ കിടന്നുണ്ടാ. ദിശ, ദിശ എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ ഞാനിത് എടുക്കൂല, ഞാനിത് കൈകൊണ്ട് തൊടില്ല. എന്തുവാടാ ഇവിടെ കാണിക്കുന്നത് തങ്കച്ച? നീ നിന്റെ ഉദ്ദേശം വേറെയാണ്. തങ്കച്ച ബോള് തിന്നണ. അവിടെ തന്നെ നിൽക്കണതല്ല കേട്ടാ, അപ്പുറമൊന്നുമില്ല. ചേട്ടാ ഓയ് അയ്യോ അതിനെ ഇറക്കടേ, അതിനെ ഇറക്കടാ, തീർന്നെന്ന് പറയടാ. ഹലോ, ഇറക്ക. സുമ, ഗുഡ് ജോബ്. താങ്ക് യു. എന്റെ സുമേ, എളുപ്പമല്ല അല്ലെ ഈ ഒരു ടാസ്ക് ചെയ്യാൻ? ചിലങ്കയുടെ പോലെ തന്നെ 3 points തന്നെ ഈ ഒരു ടീം മാനം കാത്തിരിക്കുകയാണ്. ഇറ്റ്സ് ഗുഡ് അറ്റംപ്റ്റ്. ഈ ഒരു ഗെയിം ഇവിടെ കഴിയുമ്പോൾ 2 റൗണ്ടും വെച്ച് നോക്കുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ നോബിച്ചേട്ടന്റെ ടീമാണ്. സ്പെഷ്യൽ ചിലങ്കയ്ക്കും സുമയ്ക്കുമാണ്. ഗുഡ് ജോബ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഗെയിം? അവിടെ നിന്ന് കുടുകുടാ ചിരിക്കണ്ടായിരുന്നല്ലോ. ആദ്യം നിത്യയിലേക്ക് പോവാ. മൃദുല നന്നായി കളിച്ചു, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങൾ അതിനെ കൊണ്ട് കളഞ്ഞു. ആ സത്യമായിട്ടും നിങ്ങൾ കൗണ്ടർ പറയെങ്കിലും പെൺകുട്ടികളുടെ ഗെയിമിന്റെ കാര്യത്തിൽ വരുമ്പോൾ പെൺകുട്ടികളാണ് സൂപ്പർ. ആര് കൗണ്ടർ പറയുന്നത്? അല്ല, അവരധികം സംസാരിക്കണില്ലല്ലോ, പക്ഷെ അവര് പ്രവൃത്തിയുടെ കാര്യം വരുമ്പോൾ പെൺകുട്ടികൾ അടിപൊളി. നിത്യ ബാബുജിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് റംഗുൻവാലയെ കുറിച്ച് 2 വാക്ക് പറയണം. ചേട്ടാ നല്ല ഗെയിമായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നല്ലൊരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം ഈ മൃദുലയും അതുപോലെ തന്നെ ചിലങ്കയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. കാരണം കറക്റ്റ് ബാലൻസ്ഡ് ആയിരുന്നു അവർ രണ്ടുപേരും.
പക്ഷേ ടെക്നിക്ക് കിട്ടിയിട്ടില്ല ചേട്ടന്മാർക്ക്. പക്ഷെ ഇവർ രണ്ടുപേരും നല്ല ബാലൻസിങ് ആയിരുന്നു കേട്ടോ. പക്ഷെ ചില സമയത്ത് ഒരു 1 ഇടറി കഴിഞ്ഞാൽ തെറിച്ചു പോകും. അത് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും. സുമ നന്നായിട്ട് കളിച്ചില്ലേ? അല്ല സുമേഷ് നന്നായിട്ട് കളിച്ചിരുന്നു. സുമേഷിനും ആ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഹലോ ക്യൂരിയോസിറ്റിക്ക് ഒന്നും പറ്റുമോ? 2 എണ്ണം ചേട്ടാ, ഇവർക്ക് അക്കൗണ്ടിൽ മാത്രമേ ബാലൻസ് ഇല്ലാത്തുള്ളൂ. 7 മണി കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലാത്ത കാലില് 4 കുപ്പി കള്ളം കുടിച്ചിട്ട് തെങ്ങും പാലത്തിൽ കൂടെ കയറുന്ന ഉല്ലാസപന്തളം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിൽ അവിടെ വരെ നടക്കാൻ പറ്റും? ഞാൻ തുടങ്ങിയപ്പോഴേ മാംഗല്യം തന്തുനാനെ വിളിച്ചു. ഈ ഒരു ഗെയിം കഴിയുമ്പോ ഇതെല്ലാം ജയിച്ചിട്ടുള്ളത് നമ്മുടെ സുമ ആൻഡ് ടീം. പറഞ്ഞല്ലേ ഞങ്ങളുടെ ഈ മെഷീന് ഗ്രീസ് കുറവാണ്. ബിജുകുട്ടൻ ചേട്ടാ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചേട്ടന്റെ വേ ഓഫ് കൺവിൻസിങ് അതെന്താ? ഒന്ന് ക്ലാരിറ്റിയോടുകൂടി പറയൂ. കാരണം ഒരു സിനിമയിൽ ആ കൺവിൻസിങ്ങിനെ പറ്റി ഞാൻ ഭയങ്കരമായിട്ട് കണ്ടിരിക്കണു. കൺവിൻസിംഗ് എന്ന് വെച്ചാല് ഒരു സിനിമയിൽ 5-8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ധാരാളം അതെ, അത് എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനകത്ത് കൺവെൻഷൻ എന്നാണ് പറയുന്നത്. പുള്ളിക്ക് ഇപ്പൊ ആകെ അറിയുന്ന കൺവെൻഷൻ സെന്റർ മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. ആൻമരിയ കലിപ്പിലാണ് അതിനകത്ത് പറയണത് കൺവെൻഷൻ എന്നാ പറയുന്നത് പുള്ളി അതിനകത്ത്. കൺവെൻഷൻ കാരണം പുള്ളി മുറുക്കിയിട്ടുണ്ട് അതിനകത്ത്. ഞാൻ കൺവെൻഷൻ ചെയ്ത ആൾക്കാരുണ്ടാടാ, നിങ്ങൾ വിളിക്കൂ, കൊച്ചിനെ വിളിക്കൂ, കൺവെൻഷൻ ചെയ്ത് കൊടുക്കാന്ന് പറയും. അങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ട്. ഇവനെ പറയിപ്പിക്കുന്നുണ്ട്. ഇവൻ ഞാൻ മണ്ടനാണ്, മണ്ടത്തരം കാണിക്കുന്നു. അപ്പൊ അത് ഇതുവരെ അവിടെ കൺവിൻസ് ചെയ്തിട്ടില്ല. മണ്ടനാണോ മണ്ടനല്ലേ എന്നുള്ളത് ഇത് ബോധിപ്പിക്കണം. അല്ല, അത് വിനീഷ് ബാസിൻ തന്നെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമാണ്. അതെ, അവൻ പറയണം. പ്രേക്ഷകരെ ഒന്ന് കൺവിൻസ് കൺവിൻസ് ചെയ്യാണ്ട് കൺവെൻഷന് പോയി നടന്നാ പോരാ. അല്ല, ജനങ്ങൾ ചോദിക്കുന്നുണ്ട് മണ്ടനാണോ ഇനി മണ്ടത്തരം അഭിനയിച്ചാണോ? നിന്റെ പാട്ടിലൂടെ പകുതി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്നുള്ളതാണ് ഇവിടെ ഒരു സംശയം. അതെ, ഞാൻ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ മുണ്ട് കൊടുക്കണെന്തിനാണെന്നറിയാമോ? നാണം മറക്കാൻ. അത് എന്റെ ഫാൻസാണ് അവിടെ വന്നതല്ല. എന്റെ ഫാൻസാണ് അവിടെ വന്നതല്ല. അതുകൊണ്ട് ഞാൻ മുണ്ട് കൊടുക്കണത്. ഇതാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് കൺവിൻസ് ചെയ്യണം. ശരിക്കും ഞാൻ മണ്ടനല്ല. അതോ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ പൊട്ടത്തരം പറഞ്ഞ ഞാൻ മണ്ടനല്ല. റിയൽ ലൈഫിൽ ഞാൻ മണ്ടനല്ല. അല്ല അതൊന്ന് പ്രേക്ഷകർക്കൊന്ന് അതങ്ങനെ ബോധിപ്പിക്കൂ. ശരിക്കും കൺവിൻസ് ചെയ്യും. അത് ഇവിടെ നിൽക്കണമെങ്കിൽ ചെറിയ മണ്ടത്തരമൊക്കെ കാണിക്കണം. അതുകൊണ്ട് ഞാൻ ചെറിയ മണ്ടനാകണമെന്നതാ. അത് ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. അത് നാട്ടുകാരെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. ഞാനത് പറഞ്ഞു. എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന് അങ്ങനല്ല, അവൻ നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരൻ തന്നെ. പറഞ്ഞു എല്ലാവരും എന്നെ മണ്ടനായിട്ട് കാണണം. അങ്ങനെ കാണാൻ പാടില്ല. അതൊന്ന് കൺവിൻസ് ചെയ്യുക. അതവരെ ഒന്ന് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് പുള്ളി അങ്ങനെ. ഞാൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ചെറുതിലെ തലേ തേങ്ങ വേണം. ഞാൻ മണ്ടനല്ലെന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരാളെ ഇവിടെ ഇറക്കാം. കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് ഒരാളെ നമ്മളിതാ കൊണ്ടുവരാണ് കേട്ടോ. സോ കൺവിൻസ് ചെയ്യാൻ ആരാ എത്താൻ പോണേ? യെസ്, ബിനീഷ് ബാസ്റ്റിൻ കൊണ്ടുവരുന്ന ഒരാളാണ്. നമുക്കൊന്ന് കണ്ടാലോ, ആരായിരിക്കും? ഒന്ന് നിന്ന് തരാമോ? പപ്പും കൂടെ ഒന്ന് കട്ട് ചെയ്യണം. എന്തിന്? കുറെ നാളായി പ്രാവർത്തി കൂട്ടിയിട്ട്. ചേട്ടാ, ഇത് വ്യക്തമായി നോക്കൂ. ഇത് ഏതോ വവ്വാലിനെ ശപിച്ച് ഇതാക്കിയതാണ്, മാലാഖാക്കിയത്. അല്ലെങ്കിൽ ലോകത്തൊരു മാലാഖ. അതെ, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പറയും പോലെ പ്രാവൊന്നുമല്ല. ഇത് ഞാൻ മാലാഖയാണ്. ഏഞ്ചൽ. ഇത് മാലാഖയാണോ മാലക്കണ്ണുള്ള ആളാണോ? അതെ, അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവര് വേറെ ഏതോ പക്ഷി എന്ന് കണക്കാക്കിയിരിക്കുകയാണ്. അതല്ല, ഞാൻ യഥാർത്ഥത്തിൽ മാലാഖയാണ്. നിങ്ങൾ ആ ഒരു മാലാഖയ്ക്കുള്ള ഒരു ബഹുമാനം നിങ്ങൾ തരണേ. ലക്ഷ്മി, ഈ നമ്മൾ ചില നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. മാലാഖയുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ ചിരിക്കും. സ്വപ്നത്തിൽ ഒന്ന് ചിരിക്കോ? ഇവിടെ ഏഞ്ചൽ എന്തിനാ വന്നേ? അതായത് ഇവിടെ ഒരാള് മണ്ടനാണോ ഇല്ല എന്ന് കൺവിൻസ് ചെയ്യിക്കണം. അതെ, അങ്ങനെ പെൻഷൻ മേടിക്കുന്നുണ്ടോ? എന്തിനാ? അല്ലേ, ഈ പ്രായത്തിന്റെ മാലാഖയ്ക്ക് ശപിക്കാം, വരം തരാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പല ആൾക്കാരും എനിക്ക് ശപിക്കേണ്ടി വരും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഇവിടുത്തെ പെർഫോമൻസ് വെച്ച് ഞങ്ങൾ ശപിച്ച് വിടുള്ളൂ. ചേട്ടാ, ഇങ്ങനെ ഒരു ഏഞ്ചലിന് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ശരിക്കും ഈ 2 ചിറകങ്ങ് മാറ്റിയ കൺവെൻഷൻ വന്ന പോലെയാ. ചേട്ടാ, പെട്ടെന്ന് മനസ്സിലെന്താ ഓർമ്മ വരണേ? എന്തിനാത്? ഞങ്ങളെ നാടൻപാട്ടിൽ പരുന്തൊക്കെ ആയിട്ട് വരത്തില്ലേ? ഇഷ്ടപ്പെടുമ്പോ ഞങ്ങൾ നാരങ്ങ കൊടുക്കാറുണ്ട്.
അതുപോലെ ഒരു റോള് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻമരിയ കലിപ്പിലാണ് ആണ് എന്നുള്ള സിനിമയിൽ ഒരു ഏഞ്ചലായിട്ട് ഞാൻ വരുന്നുണ്ട്. റോളോ? അതെന്താ എനിക്ക് മനസ്സിലായി. റോളോ? ഞങ്ങളുടെ ലോകത്ത് അങ്ങനെയില്ല. അല്ല, പുള്ളി ഇതുപോലത്തെ ഒരു കഥാപാത്രത്തെ സിനിമയിൽ അഭിനയിച്ചു. കഥാപാത്രം സിനിമ അതെന്താ സിനിമ? സിനിമ ഇങ്ങനെ തമാശയും സങ്കടവും ഒക്കെ ഉള്ള ഇങ്ങനെ ഞങ്ങളുടെ ലോകത്ത് അതില്ല. സിനിമ ഈ വൈറ്റ് ഇങ്ങനെ ഒരു സ്ക്രീൻ വലിച്ചു കെട്ടിട്ട് അതിനകത്ത് നമ്മളിങ്ങനെ പ്രൊജക്ടർ വെച്ച് അടിച്ച് നമ്മളങ്ങനെ ഞങ്ങളുടെ ലോകത്ത് അതില്ല. നിങ്ങളുടെ അവിടെ അങ്ങനെ VCD അല്ലെങ്കിൽ VCP അങ്ങനെ? ഇല്ല. ഞങ്ങൾക്ക് ഇതിന്റെ സിനിമയുടെ അഭിപ്രായങ്ങളൊന്നും അറിയില്ല. പക്ഷെ സിനിമ ബാക്കിയുള്ള ഇവരുടെയൊക്കെ ഈ ഇവരുടെ പരിപാടിയൊക്കെ കാണും. ഇവരുടെ പരിപാടി കാണുന്ന സമയത്ത് ഞങ്ങളോട് വിളിച്ച് അപേക്ഷിക്കും. എന്റെ ദൈവമേ ഇതെന്ത് കോമഡി എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കും. അപ്പൊ ആ അപേക്ഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും, മാലാഖയ്ക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കണ്ടാണോ ബിനീഷ് ബാസ്റ്റിന്റെ ഫാനായി ഇപ്പൊ പുള്ളിക്ക് വേണ്ടി കൺവിൻസ് ചെയ്യാമെന്ന്? അതെ. നല്ലൊരു ചെറുക്കനെ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങളെ ലോകത്തിരുന്ന് ഞങ്ങൾക്ക് അത് കേൾക്കുമ്പോ അത് പിന്നെ ഞങ്ങൾ കേൾക്കുമ്പോ അത് ഭയങ്കര വിഷമം. അങ്ങനെ ഞങ്ങളൊരു ഒത്തുകൂടി ഒരു കമ്മിറ്റി കൂടിയതിന് ശേഷമാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവിടെയും കുടുംബശ്രീയാണ്. അങ്ങനെയാണ് എന്നെ പറഞ്ഞു വിട്ടത്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെയല്ല എങ്ങനെ കൺവിൻസ് ചെയ്യാൻ ഏഞ്ചൽ ഉദ്ദേശിക്കണേ? ഒരു കാര്യം ചെയ്യൂ, അവന് ഒരു പാട്ട് പാടാൻ പറയൂ. പാടാൻ പറയൂ, അല്ലാതെ നേരിട്ട് കേൾക്കാമല്ലോ. ശരി, മാലാഖ ഉള്ള കാര്യം പറയാം, കത്തിച്ചു വിടും. അവനെ കൊണ്ട് പാട്ട് പാടിക്കാനൊക്കെ പറഞ്ഞാൽ ഈ ചിറകൊക്കെ കത്തിച്ച് ഞങ്ങൾ വിടും. ആ രീതിയിൽ എന്താ സംസാരിക്കുന്നത്? മാലാഖ എന്നെ മുഖം മറച്ച് എന്നെ ക്യാമറയ്ക്ക് പിന്നിലാക്കാനുള്ള ശ്രമമാണ് വന്ന സമയത്ത് ഒരു മാലാഖയ്ക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം ശപിച്ചു കഴിഞ്ഞാണ്ടല്ല നിന്നെ ശപിച്ച് ഞാൻ ഒരു മനുഷ്യനാക്കും. കാര്യം പറഞ്ഞു. എനിക്ക് മാലാഖയായിട്ടല്ല തോന്നുന്നത്. പിന്നെ ഈ ചിറക് രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞാല് ആദ്യ കുർബാന കൈകൊള്ളാമെന്ന പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നു. അത് കൊള്ളാം. ചില തമാശയൊക്കെ ഹലോ ഇവരുടെ ചില തമാശകൾ കൊള്ളാം കേട്ടോ. ചില തമാശകൾ. ശരി. അപ്പൊ എന്നാ പാട്ട് പാടാൻ പറയാം അല്ലെ, കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട്. ബിനീഷ് ബാസ്റ്റൻ, ഏഞ്ചൽ നേരിട്ട് വന്നിരിക്കുകയാണ്. താങ്കൾക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഏഞ്ചൽ പറയണു പാട്ട് പാടാൻ. അതല്ല, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഒരു മണ്ടൻ മറ്റൊരു മണ്ടനെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് കൊണ്ടുവന്നത് ഭയങ്കര മണ്ടത്തരമാണ്. നിങ്ങളുടെ ലോകത്ത് യൂട്യൂബ് ഒക്കെ ഉണ്ടോ? ഞങ്ങളുടെ ലോകത്ത് എല്ലാം ഉണ്ട്. മാലാഖയുടെ കമന്റ് ഒക്കെ എടുത്ത് നോക്കണം കേട്ടോ. ഞങ്ങൾ മാലാഖമാര് ചിരിച്ചെന്നറിയോ? ഒരു പയ്യനിടയ്ക്ക് കൊച്ചു പയ്യൻ വന്നില്ലേ? കൊച്ചു പയ്യൻ വന്നപ്പോ ഒരു പാട്ട് പാടിയില്ലേ? ഞങ്ങള് ചിരിച്ച് ഞങ്ങളെ ചിരി അത് വേറെ ഇതാണ്. ചിരിക്കുക അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ചില തമാശകൾ പറയുമ്പോഴേ അത് ഞങ്ങൾക്ക് നേരിട്ട് ശപിക്കണമെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ചില തമാശകൾ അങ്ങനെ പറയരുത്. അങ്ങനെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ അവിടെ? അല്ല, ഇല്ല ചെയ്തിട്ടില്ല അല്ലേ? കൂടെ പഠിച്ച രണ്ടുപേരും അടുത്ത മാസം ഹെഡ് മാസ്റ്റർ ആയിട്ട് പെൻഷൻ ആവുകയാണ്. അവൻ ഈ പ്രായത്തിൽ കിടന്ന് കാണിക്കണ ചിറക് ആരെങ്കിലും വല്ല ചെയ്തു അങ്ങ് വരും. നിന്റെ ഇവിടെ പഠിച്ചോ? എന്തെങ്കിലും ചില സമയത്ത് ഞാൻ ഈ മാലാഖ അല്ലാതെ മാറും. മനസ്സിലായ? ഞാൻ നിന്നെ മറ്റവനെ ശപിച്ച് ഞാൻ ഒരു മനുഷ്യനാക്കാം. ഈ സമയത്ത് ഒരു 20 ഏക്കർ സ്ഥലം മാറ്റാൻ റബ്ബർ നട്ടിട്ട് രാവിലെ പോയി വെട്ടാനുള്ള അവനാണ് ഈ കാണിക്കണത്. ഈ രണ്ട് ചിറകം വെച്ചിട്ട് ഇനി നാളെ നടുവേനായിട്ട് കിടക്കും. മിസ്റ്റർ ബിനീഷ് ബാസ്റ്റൻ, ഏഞ്ചലിനെ കൊണ്ടുവന്നിട്ട് കൺസൾട്ട് ചെയ്യണോ? അന്നൊരു പഞ്ചാബി പാട്ട് പാടട്ടെ? പാട്ട് പാടാൻ പറയുമ്പോ പാട്ട് പാടരുത്, എന്നാലേ നീ മണ്ടനല്ലാന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ മണ്ടനാണ്. ആന തോൽവി. എടാ മണ്ട, നീ പാടരുതെന്ന്. പാടാതിരുന്ന മണ്ടനല്ലാതാവും. ഹലോ, വ്യാജ ഞാൻ എന്തിനാണ് ഞാൻ ഇവിടെ വന്നത്? ഉടേ തമ്പുരാൻ ദൈവം ഇറങ്ങി വന്നിരുന്നാൽ എവനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അതെ. ഒന്ന് ആലോചിക്കണ്, ആർട്ട് ലവന്മാർ ഇത് അഴിച്ചു കൊടുത്തില്ല ഇവ എങ്ങനെ വീട്ടിൽ പോകും? ഒന്ന് ആലോചിച്ചു. ഇവന് ഹോട്ടൽ റൂമിൽ എങ്ങനെ കയറും? ഒന്ന് ആലോചിച്ചു. വേണ്ട, ഹോട്ടൽ റൂം വണ്ടി കയറണ്ട്. പിക്കപ്പ് വിളിച്ച് കൊണ്ടുപോകേണ്ടി വരും. പിക്കപ്പ് വിളിച്ച് കൊണ്ടിട്ട് ഏതെങ്കിലും പള്ളിപ്പെരുന്നാളിന്റെ പ്രതിഷ്ഠണം കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ കൊണ്ട. അല്ല, ഓൾറെഡി ഇപ്പൊ 7 പള്ളിപ്പെരുന്നാളിന്റെ പരിപാടി ബുക്കിംഗ് ആയിരുന്നു. അല്ലെങ്കിൽ ഒറ്റ വഴിയുള്ള ആർട്ട് പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇന്ന് രാത്രി ഒരു കുരിശടി കൊണ്ടുതരാം. രാവിലെ നമുക്കിപ്പോ അതെ, മാലാഖ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമാണ്. അപ്പൊ കളിയാക്കി വന്നില്ല. മാലാഖ കളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിയല്ലോ. മാലാഖ ദൈവമല്ല, ദൈവദൂതനാണ്. കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്രത്യക്ഷരാക്കിയുള്ള എല്ലാത്തിനും കാര്യം പറഞ്ഞാൽ ഞാൻ ശാപിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം എന്റെ സ്വയരക്ഷയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് അപ്രത്യക്ഷയായാലോ. നീ ഇവിടുന്ന് പോകത്തില്ല. നീ സമയം കഴിയാതെ നീ ഇവിടുന്ന് പോകത്തില്ല. തെളിയിച്ചല്ലോ. ഈ മാലാഖയെ രക്ഷിക്കാൻ വേണ്ടിട്ട് വേറൊരു മാലാഖയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആ മാലാഖതയെ അവിടെ ഇരിക്കുന്നുണ്ട്, ബിജുക്കുട്ടൻ. ശരിക്കും മാലാഖയായിട്ട് അഭിനയിച്ച ആളാ. എന്താ ജോലി? എന്താ പുള്ളിയുടെ? സിനിമാ നടനാ. അല്ല, അതില് ഒരു സിനിമയിൽ ഇങ്ങനെ മാലാഖയായിട്ട് ജോലി ചെയ്ത് അതിനകത്ത് ചെയ്തല്ലേ? അപ്പുറത്തിരിക്കുന്ന
അത് അപ്പുറത്തിരിക്കുന്ന മാലാക ഇത് ഒറിജിനലി മാലാഖയാണ്. മേക്കപ്പ് ഒന്നും ഇടണ്ട, അതുപോലെ ഒന്നും വരണ്ട. കണ്ടാൽ തന്നെ ഒരു മാലാഖയാണല്ലോ. മലകെ എന്തായാലും വണ്ടി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓടിപ്പോകേണ്ടി വരും. അപ്പൊ ചിറകിൽ 1-2 ഹോൾ ഇട്ട് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കാത്ത സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അതൊന്ന് വായിച്ചാൽ. അല്ല, വേറൊരു കേസ്. ഇത് നട്ടുച്ചയ്ക്കാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇവൻ വെളിയിറങ്ങിയവരെ കാക്ക ഓടിച്ചിട്ട് ആക്രമിക്കില്ല. കാക്ക ഇത് മാറ്റി ഓടി ഇവനെ ഒരു 60ഓളം കാക്കകൾ ചേർന്നവരാ ആക്രമിക്കില്ലായിരുന്നു. എനിക്ക് മനസ്സിലാന്നറിയാം. ഇവര് യഥാർത്ഥത്തിൽ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു ചെറുക്ക അവിടെ ഉണ്ട്, തങ്കച്ചൻ വിതിരയിലുള്ള. അവനെന്ന് കരുതി ഇരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ മാലാകാണെന്നുള്ള കാര്യം ഇവര് അറിയുന്നില്ല. അതാണ് ഇവർക്ക് അത് തന്നെ മുഖം കഴിയാ മതി. തങ്കച്ചൻ വിതിര ഇവർക്ക് അത് തെറ്റിപ്പോയി. മനസ്സിലായി. അസൂയോണ്ടായിരിക്കും ഏഞ്ചൽ. നമുക്ക് ഈ ഏഞ്ചലിന്റെ അടുത്തൊന്ന് ഹെൽപ്പ് ചോദിക്കാം. കുട്ടൻ ചേട്ടാ, എങ്ങനെ ഈ ഏഞ്ചലിനെ മാലാഖയുടെ അടുത്ത് വന്ന് നിന്നിട്ട് ഒന്ന് രക്ഷിക്കോ പ്ലീസ്? ഒന്ന് കൺവിൻസ് ചെയ്താ മതി. സാധാരണ മാലാഖയാണ് എല്ലാവരും രക്ഷിക്കുന്നത്. ഇത് മാലാഖ ഒന്ന് രക്ഷിക്കണം. ചേട്ടാ ഒന്ന് രക്ഷിക്കാട്ടാ, അഭിമാനം. ഇത് യഥാർത്ഥത്തിൽ ബിനീഷ് അല്ല മണ്ടൻ, ഇത് ഞാനാണ് മണ്ടൻ. ഇല്ലേ പിന്നെ ഇവരെ വാക്കും കേട്ടോ ഇന്നിങ്ങനെ നട്ട പാതിരാത്രിക്ക് വരേണ്ട ആവശ്യമല്ലോ. ഞാനാണ് മണ്ടൻ. ഈ പറന്നു പോണ വിദ്യ ഒന്നും അറിയാൻ പാടില്ലേ? പറന്നു പോണ വിദ്യ ഒന്നും അറിയാൻ പാടില്ലേ? അറിയാൻ പാടില്ല. നേരെ നടക്കാൻ അറിയത്തില്ല, പിന്നെ പറക്കാനാണ്. എപ്പിസോഡ് ഇറങ്ങുമ്പോ പറഞ്ഞോളൂ. നടന്നു പോകുമ്പോൾ ഒരു ടൈമിംഗ് വേണമല്ലോ. ഞാൻ നടന്നു തുടങ്ങിയത് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുള്ളൂ. 2 കുട്ടികളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മാലാഖയായിട്ട് വന്നത്. അപ്പൊ ഇതുപോലൊരു വേഷം കെട്ടിയാണ് ഞാൻ ആ സിനിമയിൽ വരുന്നത്. അപ്പൊ അവരെ തെറ്റിദ്ധരിപ്പിക്കണം. അവരിതുവരെ മാലാഖനെ കണ്ടിട്ടില്ല കുട്ടികള്. അപ്പൊ ഞാനാണ് മാലാഖ എന്ന് കരുതിട്ട് അവരെ ആഗ്രഹം തീർന്നോട്ടെ എന്ന് ചെയ്തിട്ട് ഈ കിഴക്കന്മാർ കണ്ടിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് മാലാഖയല്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടി ഒരു സിനിമയിൽ. അങ്ങനെ വന്നാണ് ഈ ഒരു വേഷം. ഇതുപോലത്തെ ഒരു വേഷം. അപ്പൊ ആ കുട്ടീനെ കാണിച്ചു, പക്ഷെ കുട്ടി കണ്ടില്ല. ആ കുട്ടിയുടെ ഭാഗ്യം. കാരണം ഒറിജിനൽ മാലാഖനെ കാണാൻ പറ്റിയത് കാരണം ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലാഖനെ കണ്ടില്ല. ഒറിജിനൽ മാലാഖ കാണാൻ സാധിച്ചു. എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു മാലാഖയാണ് നമ്മൾ കാണിച്ചത്. മാലാഖ നൃത്തം ഒരു മൃദുല. ഇത് നിങ്ങൾ കൺവിൻസ് ചെയ്ത് കാണും. തങ്കു ഇവിടുത്തെ ഒരു ഏഞ്ചൽ തന്നെയാണ്. കുറെ ആൾക്കാരുടെ മനസ്സിലെയും ഏഞ്ചൽ തന്നെയാണ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഏഞ്ചൽ. പക്ഷെ അവരൊക്കെ ഏഞ്ചലിന് പകരം വേറെ വാക്കുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ അക്ഷരം. അപ്പൊ ഈ ഏഞ്ചലിന് ഒരു കൈ എപ്പിസോഡ് കഴിയുമ്പോ ചാമ്പല്. താങ്ക് യു തങ്കു. എളുപ്പമല്ല കേട്ടോ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ. ഇതിന്റെ പിന്നിലെ വെയിറ്റ് കാണിച്ചു കൊടുക്കൂ. എത്ര നേരമെന്നറിയോ ഇങ്ങനെ ഡ്രസ്സപ്പ് ഒക്കെ പിന്നിലൊന്നല്ല വെയിറ്റ്, പുള്ളിക്കാ വെയിറ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ചേട്ടന് എത്ര നേരമായിരുന്നു ലൈക്ക് എത്ര സീൻസ് എടുക്കാൻ എത്ര ടൈമോളം ലൈക്ക് ഈ വെയിറ്റ് ഒക്കെ ബെയർ ചെയ്ത് നിന്നിട്ടുണ്ട്? അത് കുറച്ചുകൂടി വെയിറ്റ് ഒക്കെ ഉള്ളതായിരുന്നു. ഏകദേശം ഇത്രയും തന്നെയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അതിന് ഈ മലയുടെ ഏറ്റവും ടോപ്പിലായിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പൊ അതിനെ കാറ്റടിക്കുമായിരുന്നു. ഇങ്ങനെ കാറ്റ് ഭയങ്കര കാറ്റ്. അത് നമ്മൾ തമാശയാണെങ്കിലും ഒരൊറ്റ വഴി ഒരു ഇങ്ങനെ നടക്കാനുള്ള സ്പേസേ ഉള്ളൂ. കുത്തനെ കിടക്കണേണ്. അപ്പൊ നമ്മളെ പിടിച്ച് നിർത്താൻ തന്നെ ഒരു 4 പേരുണ്ടായിരുന്നു ഇങ്ങനെ. കാരണം കാറ്റ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര റിസ്ക് ഉള്ള സംഭവമായിരുന്നു. പക്ഷെ അത് സിനിമയിൽ ഒരു സീൻ ഉള്ളെങ്കിൽ തന്നെയും ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട് തന്നൊരു സിനിമയാണ് അത്. അതുപോലെ തന്നെ ഇവിടെയും ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്ട്. അല്ല അതന്നെയല്ല, ഇതൊക്കെ വെച്ച് തിരിയാനൊക്കെ തങ്കു കാണിക്കണ ആ സംഭവം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണ്ടത്. കാരണം ഇവരൊക്കെ മേത്തൊക്കെ മുട്ടാതെ തന്നെ തിരിയണതൊക്കെ ഭയങ്കര രസമുണ്ട്. അതൊരു കൺട്രോളിങ് വേണം അത് ശരിക്കും പറഞ്ഞാലേ. അത് വേണം. എന്തായാലും ഇവിടുത്തെ ഏഞ്ചലിന്, ഇവിടുത്തെ ഈ സ്വീറ്റ് ഏഞ്ചലിന്റെ ഈ പെർഫോമൻസിന് ഒരു വലിയ കൈഡി കൊടുക്കണം. മണിക്കൂറുകളായിട്ട് ഇതിങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. അത്ര പെയിൻ ഉണ്ടെങ്കിലും ആ ക്യാരക്ടറായിട്ട് ത്രൂ ഔട്ട് നിന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സ്കിറ്റിന് എന്തെന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഏഞ്ചലിന് ഒരു വലിയ കൈഡി കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പൊ ബിനീഷ് ഫാഷൻ പൊട്ടനല്ല, പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ്. അത് നമുക്ക് തുടരുന്ന എഴുതി കാണിക്കാം. അടുത്ത മനസ്സിലാക്കാം. നീ പൊട്ടനല്ല. അല്ല. അപ്പൊ ഓക്കെ, ഒരാളോടൊന്ന് ബന്ധപ്പെടാനുണ്ട്. ഹലോ. അതെ, ഒരു രഹസ്യം പറയാൻ വിളിച്ചാ. പറഞ്ഞോ. ഇനി എപ്പിസോഡ് ബിനീഷ് ഫാഷനെ വെച്ചിട്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പം പൊട്ടനല്ലെന്ന് വെളിപ്പെടുത്തിക്കാണ്. പിന്നെ പൊട്ടനായിട്ട് കാണുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. അവൻ പൊട്ടനല്ല, അവൻ സീരിയസ് ആണ്, നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആളാണ്. എന്താ നമ്മൾ ചെയ്യണ്ടേ? ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ പൊട്ടനായിട്ട് അടുത്ത ഷെഡ്യൂൾ വിളിക്കണ്ട. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ബിനീഷിനെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അയ്യോ ഞാൻ പൊട്ടനാണ്. പൊട്ടനാണ് സംഭവിച്ചു. മാലാഖയായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? അതുകൂടെ. ഹലോ.
എന്തൊക്കെയുണ്ട്? അത് സുഖമായിട്ടിരിക്കുന്നു. തന്നെ ഇത് എത്ര ദിവസം കൊണ്ട് എഴുതിയതാണിത്? ഇല്ല ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തേ. പെട്ടെന്ന് തട്ടിക്കുട്ടിയല്ലേ? വേറെ ഒന്നും വേണ്ട. ഈ പപ്പായ കേട്ടോ, പിഞ്ച് പപ്പായ. പിഞ്ച് പപ്പായ നിങ്ങളെ പെട്ടിക്കകത്ത് കിടപ്പുണ്ട്, വേണോ? കറയോട് കൂടിയുള്ള എടുത്തോണ്ടോ? എനിക്ക് ജ്യൂസ് അടിച്ചു തരണേ. എനിക്കാണ് എന്റെ ആവശ്യം. നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് അടിച്ചു തരണം. അത് ശകലത് ക്രിമിയടി കൂടുതലാണ്. ഓക്കെ, ശരി ശരി. സൂപ്പർ, അടിപൊളി. ഏതായാലും സ്റ്റാർ മാജിക്കിന് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അൺലിമിറ്റഡ് ചിരി തന്നെയായിരുന്നു കേട്ടോ, ത്രൂ ഔട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇന്നും നിങ്ങൾ നല്ല സുന്ദരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടുറങ്ങട്ടെ. ചില്ല് ചെയ്തുറങ്ങൂ, ചില്ല് ചെയ്ത് മുന്നോട്ട് പോവും. അടുത്ത എപ്പിസോഡിൽ ചില്ലിംഗ് ആയിട്ടുള്ള കോമഡീസ്, ഫ്രഷ് കോമഡീസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.